നമസ്കാരം, ഞാൻ രാഹുൽ അശോകനാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ റൂട്ടിൽ നമ്മുടെ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിലാണ്. വീണ്ടും ഒരു ദുഃഖകരമായ വാർത്ത പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തത്സമയ സംപ്രേഷണത്തിൽ വന്നിട്ടുള്ളത്. മറ്റൊന്നല്ല, കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും വീണ്ടും ഒരു സ്ത്രീ കൂടി പുഴയിലേക്ക് എടുത്തു ചാടിയതായിട്ടാണ് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. ആ ഒരു സ്ഥിരം ഒരു ആത്മഹത്യ സ്പോട്ടായിട്ട് കരുവന്നൂർ വലിയ പാലം മാറുന്നതിലേറെ ദുഃഖകരം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു അല്പസമയത്തിന് മുമ്പാണ് ഈ ഒരു അത്യാഹിതം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കരുവന്നൂർ വലിയ പാലത്തിൻ്റെ കൈവരികളിൽ നിന്നുകൊണ്ട് ഒരു ബാഗും ഷാളും ഒരു ജോഡി ചെരുപ്പും കൈവരികൾ അവിടെ വെച്ചുകൊണ്ടാണ് ആ ഒരു സ്ത്രീ പുഴയിലേക്ക് എടുത്ത് ചാടിയിട്ടുള്ളത്. ആ ബാഗും മറ്റു സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഔട്ടത്തൂർ സ്വദേശി എന്ന് പറയുന്ന ഒരു സ്വദേശിയാണെന്നാണ് നമുക്ക് അതിൽ നിന്നൊരു ID കാർഡിൽ നിന്നും ലഭിച്ചൊരു വിവരം. ഒരു ആശുപത്രിയുടെ ഒരു കാർഡാണ്. ആശുപത്രിയുടെ ഡോക്ടറെ കാണാനായിട്ട് യൂസ് ചെയ്തിരുന്നൊരു കാർഡാണ്. ഔട്ടത്തൂർ സ്വദേശി എന്നാണ് ആ ഒരു കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ മുനമ്പായ കരുവന്നൂർ പാലം മാറുന്നത് വളരെയധികം നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ ദുഃഖമുളാക്കുന്ന ഒരു കാര്യമാണ്. അല്പസമയത്തിന് മുമ്പാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ചേർപ്പ് പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അറിഞ്ഞിട്ടില്ല അവിടുന്ന് കിട്ടിയത് ഷീബിയ 42 വയസ്സ് കാണാം. വീട്ടുപേര് അറിയോ? പുറത്തെ കളിയിലൊരു കാർഡ് ഉണ്ടായിരുന്നു. അതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. വീട്ടും പേരുണ്ട് അതിൽ. ഹലോ, ജോയ് സ്കൂൾ നടക്കേണ്ടത് അത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴേ ആ പുഴയിലേക്ക് ചാടിയ സ്ത്രീയുടെ ബാഗിലുള്ള മുഴുവനും മെഡിക്കൽ രേഖകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോപ്പറേറ്റീവ് ആശുപത്രിയിലും പുല്ലൂർ മിഷൻ ആശുപത്രിയിലും ഒക്കെ തന്നെ ഉള്ള മെഡിക്കൽ രേഖകളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബാഗിലുള്ളത്. ഷീബ ജോയി എന്ന് പറയുന്ന ഒരു പേരാണ് ഈ ഒരു മെഡിക്കൽ രേഖകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഔട്ടത്തൂർ സ്വദേശിയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് ആരാണെന്നുള്ള മൊബൈലും സാധനങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് മൊബൈൽ ലോക്കാണ്, ഓപ്പണാക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു കാര്യങ്ങളിൽ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ്
രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പുഴയിലേക്ക് നമുക്കറിയാം, പുഴ ഇപ്പോൾ ഷട്ടർ അടച്ചിട്ട്, ഇല്ലീഗൽ ഷട്ടർ അടച്ചിട്ട് ഇതിനെ തുടർന്ന് പുഴയിൽ നീരൊഴുക്ക് കുറവാണ്. ചാടിയ സ്ഥലത്ത് കഴിഞ്ഞ തവണയും ഇപ്പോൾ ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു യുവതി ഈ ഒരു പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ മറ്റൊരു ബോഡി ലഭിക്കുകയുണ്ടായിരുന്നു, ഒരു യുവാവിൻ്റെ മൃതദേഹം. അതിനു മുമ്പും ഇതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ മറ്റൊരു മാപ്രാണ സ്വദേശിയായ യുവാവും ഒക്കെ തന്നെ ഈ ഒരു കരുവന്നൂർ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ വളരെ ആശങ്കയിലാണ്. ഇത്തരത്തിൽ കരുവന്നൂർ പാലം ഒരു ആത്മഹത്യാ മുനമ്പായി മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ആൾക്കാർ ആശങ്കയിലാണ്. ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരും മൃതദേഹത്തിൻ്റെ സ്ത്രീയുടെ ബാഗിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അമ്പത് വയസ്സുണ്ട്. അത് അല്ല കോപ്പറേറ്റീവ് വിളിച്ചറിയാൻ പറ്റില്ല. നമ്പർ കൊടുത്താലേ അവിടുത്തെ പള്ളിക്കൂടി പള്ളിക്കൂടി അഡ്രസ് തന്നിട്ടും അതാ പറഞ്ഞേ ഞാൻ. കൊടിയില അതാണ് നടത്തെടുത്തോളൂ. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും ഒരു യുവതി അല്പസമയം മുമ്പാണ് പുഴയിലേക്ക് ചാടിയിട്ടുള്ളത്. ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും വീണ്ടും ഒരു യുവതി കൂടി വലിയ പാലത്തിൽ നിന്നും കരുവന്നൂർ പുഴയിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. ആ യുവതി ബാഗും ചെരുപ്പും ഷാളും മൊബൈൽ ഫോണൊക്കെ അടക്കം തന്നെ ഈ ഒരു പാലത്തിൻ്റെ നടപ്പാതയിൽ വെച്ചുകൊണ്ടാണ് ആ യുവതി പുഴയിലേക്ക് ചാടിയിട്ടുള്ളത്. അവിടുത്തെ ഒരു സ്വദേശിയായ ഷീബ എന്ന് പറയുന്ന ഒരു 50 വയസ്സുകാരിയുടെ മെഡിക്കൽ രേഖകളാണ് ആ ഒരു ബാഗിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസ് എത്തി ആ ബാഗ് പരിശോധിച്ച് ബന്ധുക്കളായിട്ട് കേട്ടോ ഈ കരുവന്നൂർ പുഴയിൽ ഇപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു യുവതി ചാടിയിരുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു മൃതദേഹം കിട്ടി. എന്താണ് ഈ ഒരു കാര്യത്തിനെ പറ്റി പ്രദേശവാസി എന്നുള്ള നിലയിൽ പറയാനുള്ളത്? പ്രദേശവാസി എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ആകെ വിഷമമാണ്. ഇപ്പോൾ ഈ ചാടിയത് നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും ഒരു പ്രശ്നങ്ങളും ഉണ്ട്. ഇതിന് ശാശ്വതമായിട്ടൊരു എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തില്ലെങ്കിൽ ഇത് നിരന്തരം ഒരു തുടർക്കഥയായിട്ട് നീങ്ങും തന്നെയാണ്. ചേട്ടൻ കണ്ടിരുന്നോ ഈ ഒരു സ്ത്രീ ചാടുന്നത്? ചാടി അവർ വെള്ളത്തിൽ മുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കണ്ണിൽ നിന്ന് ഇപ്പോഴും. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രക്ഷിക്കാൻ പോകുന്ന ഒരാളെ
രക്ഷപ്പെടുത്താൻ ചെല്ലുമ്പോൾ നമുക്കുള്ള സേഫ്റ്റി പോലും ഒന്നും തന്നെ അവിടെ ഇല്ല. ഒരു സേഫ്റ്റി മെഷർമെന്റും പോലും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും ചാടുകയാണെങ്കിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു തന്നെ ഇല്ല ഇവിടെ. ഇപ്പൊ കാരണം ഇപ്പൊ വിരലിൽ എണ്ണാൻ പറ്റാത്ത അത്രയും മരണങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പ്രദേശവാസി ഒരു ചേട്ടനാണ് നമ്മളോട് ഇപ്പോൾ ഈ ഒരു വിവരം പങ്കുവെച്ചത്. ഇവിടുത്തെ പാലത്തിന് ഈ ഒരു കൈവരിയുടെ ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ പേരും പുഴയിലേക്ക് ചാടുന്നത്. ആ ഒരു ഭാഗം നെറ്റ് കെട്ടി എന്തെങ്കിലും ഉയരത്തിലുള്ള നെറ്റ്, റെയിൽവേ ക്രോസിൻ്റെ ഒക്കെ പാലങ്ങൾക്ക് മുകളിലൊക്കെ കാണുന്നത് പോലെയുള്ള നെറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ അടയ്ക്കണമെന്നാണ് ഈ ഒരു പ്രദേശവാസികൾ, വാർഡ് മെമ്പർ അടക്കം തന്നെ കഴിഞ്ഞ മരണം സംഭവിച്ചപ്പോഴൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യത്തെ മരണം തൊട്ട് തന്നെ വാർഡ് മെമ്പർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ഒരു ഭാഗത്ത് നെറ്റുകൾ ഉയരത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയൊക്കെ തന്നെ ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്, പരസ്യ ബോർഡുകളും ആ ഒരു ഇതിനോടൊപ്പം തന്നെ ഉയരത്തിലായിട്ട് ഒരു ഇരുമ്പ് നെറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് ചാടാനുള്ളൊരു ഇതില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു തോന്നലിൻ്റെ പുറത്തായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യ പ്രവണതകളൊക്കെ തോന്നും. ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ നിന്നും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർക്കൊരു ജീവൻ തിരിച്ച് ലഭിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെറ്റ് സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം ഈ പ്രദേശവാസികളൊക്കെ തന്നെ കാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ വരികയാണെങ്കിൽ ഇപ്പുറത്ത് പഴയ പാലം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ചാടാനുള്ള സാധ്യതകൾ കുറവാണ്. ചാടാൻ സാധിക്കില്ല എന്നുള്ളതല്ല, എന്നാലും ചാടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പുറത്തെ വശം പൂർണ്ണമായും തുറന്നു കിടക്കുന്നതുകൊണ്ടും ആൾക്കാർക്ക് ആ കൈവരികൾക്ക് മുകളിൽ നിന്ന്